അടുത്ത മാസം എൻ്റെ അച്ഛൻ വരൂലോ. കളിപ്പാട്ടും മിഠായി ഒക്കെ കൊണ്ടുവരും. അപ്പൂപ്പ് ഞാൻ തരാട്ടോ. നാട്ടിന്ന് കുഞ്ഞു വിളിക്കുന്നടാ. ഇസയുടെ കാര്യം കൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നീ ഇവിടെ ഇരിക്കും, ഞാനൊരു കുപ്പി എടുത്തിട്ട് തരാം കേട്ടാ. അല്ല, നിങ്ങളല്ലേ പറഞ്ഞു നെഞ്ഞുവേദനയാണെന്ന്. ഇനിയിപ്പോ കുപ്പി വാങ്ങിക്കാൻ പോവാ? രണ്ടു ദിവസമായിട്ട് ഭയങ്കര വേദന. എന്താ ഗ്യാസിന്റെ പ്രശ്നമാണ്? മനുവേട്ടാ, ഇന്നലെ ഞാൻ പറഞ്ഞതാ ചായ കുടിക്കണം. അതെന്തോ നെഞ്ഞുവേദനയുടെ ലക്ഷണമാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്നാ നിർത്തി ചേട്ടാ. നിങ്ങൾ എന്തുകൊണ്ട് ഡോക്ടർക്ക് കാണിച്ചില്ല? നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ്. ചേട്ടൻ അത് ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും. എന്നെ വിളിക്കാത്ത വെള്ളോടി എന്തോ മനുവേട്ടാ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഡെയിലി പേപ്പറിൽ കണ്ടില്ലേ എത്ര അറ്റാക്ക് മരണങ്ങളാണ്. നാളെ ഞാൻ സൗദിക്ക് പോവാണ്. ഇനി ഒരു 3 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഞാനവിടെ ചെക്ക് ചെയ്തോളാം. ഇനിയൊക്കെ നിങ്ങളെ ഇഷ്ടം. ഞാൻ പോട്ടെ. 3 ദിവസം കഴിഞ്ഞു. എന്തോ സ്മെല്ലുണ്ടല്ലോ. കുറച്ചുപേരായിട്ട് എനിക്കും ഉണ്ടാകുന്നില്ല. ഞാനൊന്ന് പോയി നോട്ടെ, വരാം. നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ? മനുവിനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാടാ. ഡോക്യുമെന്റ് ഇഷ്യൂസ് ഉണ്ട് കുറച്ച്. എടാ, ഞാൻ അവരെന്ത് പറഞ്ഞ സമാധാനിപ്പിക്കണം എനിക്ക് പറഞ്ഞിട്ടാ. എടാ, നീ അവന്റെ വീട്ടുകാരെ കാര്യങ്ങൾ മയത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. വേറെ വഴിയില്ലാത്തോണ്ടാടാ. നിന്റെ അളിയൻ വന്നിട്ടുണ്ടടാ ഇവിടെ. ആകെ സീനാണ്. എന്നാ ശരിയടാ, നീ വെച്ചോ. അനിയൻ ചെക്കൻ വന്നില്ലേ? വന്നു, മുകളിലുണ്ട്. ഭയങ്കര കരച്ചിലാണ്. ഡെയിലി പത്രം എടുത്ത് നോക്കുമ്പോൾ ഓരോരുത്തരുടെ അറ്റാക്കിന്റെ വാർത്തകൾ കാണും. പക്ഷെ എൻ്റെ കുടുംബത്തിൽ വന്നപ്പോഴാടാ ശരിക്കും അതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലായത്. എനിക്കറിയാവുന്നൊരു ഡോക്ടർ ഉണ്ടടാ, നമുക്ക് ആളിനോട് ചോദിക്കാം എന്താ ഈ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രം മരിക്കുന്നതെന്ന്. എൻ്റെ ബ്രദർ മരണപ്പെട്ടായിരുന്നു ഒരു 2 ആഴ്ച മുന്നേ. വെറും 38 വയസ്സേ പുള്ളിക്കായിട്ടു. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. എന്താണ് സാറേ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇങ്ങനെ പെട്ടെന്നൊരു നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ വരുന്നത്? 38 വയസ്സായ ഒരു യുവാവെന്ന് തന്നെ പറയാം, മരണപ്പെട്ടു ഹൃദയാഘാതം കൊണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇപ്പം സമൂഹം മൊത്തമായി ചിന്തിക്കുന്നത്. പുകവലി, മദ്യപാനം, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആവശ്യമുള്ള വ്യായാമം എടുക്കാത്തതുകൊണ്ടോ ആഹാര ക്രമീകരണം ഇല്ലാത്തതുകൊണ്ടോ ആവാം. അപ്പം നിങ്ങൾ ചെറുപ്പക്കാർ ചെയ്യാനുള്ളത് നല്ല ഒരു ജീവിതശൈലിയെക്കുറിച്ചുള്ളൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത് ഒരാളെ മാത്രമല്ല, ഒരു പക്ഷേ ഒരു കുടുംബത്തെ ആയിരിക്കാം. ചെറിയ ഒരു നെഞ്ചുവേദന എന്ന് വെച്ചാൽ അതൊരു ഹാർട്ട് അറ്റാക്ക് എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഗ്യാസ് കൊണ്ടുണ്ടാവാം. പക്ഷേ എല്ലാ നെഞ്ചുവേദനയും ഗ്യാസ് ആണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് പരിശോധനയ്ക്ക് പോകണം. കാർഡിയോളജിസ്റ്റ് ഇഷ്ടം പോലെ പലയിടത്തും ഉണ്ട്. ഹൃദയാഘാതത്തിൽ നിന്നും പലരെയും ഒത്തൊരുമിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റും, യാതൊരു സംശയവുമില്ല.